Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perumba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂരിൽ തീപിടുത്തം. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിന് എതിർവശം സിറ്റി സെന്ററിൽ കാസർഗോഡ് സ്വദേശിയായ PK സിദ്ദിഖിന്റെ ഉടമസ്ഥതയിലുള്ള മിയോറ ടെക്സ്റ്റൈൽസിലാണ് ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടെ തീപിടുത്തമുണ്ടായത്. 4 ലക്ഷം രൂപ നഷ്ടം കണക്കാക്കുന്നു. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിന് എതിർവശം സിറ്റി സെന്ററിൽ കാസർഗോഡ് സ്വദേശിയായ PK സിദ്ദിഖിന്റെ ഉടമസ്ഥതയിലുള്ള മിയോറ ടെക്സ്റ്റൈൽസിലാണ് വൈകുന്നേരം 4 മണിയോടെ തീപിടുത്തമുണ്ടായത്. 4 ലക്ഷം രൂപ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വളപട്ടണം പാപ്പിനിശ്ശേരി ഭാഗങ്ങളിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഴയങ്ങാടി പാപ്പിനിശ്ശേരി കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ബസ്സോട്ടം നിലച്ചതോടെ പഴയങ്ങാടിയിലെ യാത്രക്കാർ വലഞ്ഞു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് കണ്ണൂർ പഴയങ്ങാടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം പെട്ടെന്ന് നിലച്ചത്. വളപട്ടണം പാലത്തിന് സമീപം ദിവസങ്ങളായി തുടരുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബസ് ജീവനക്കാരുടെ പ്രതിഷേധം. പെട്ടെന്ന് പ്രഖ്യാപിച്ച സമരം യാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കി. പഴയങ്ങാടി, മാട്ടൂൽ, ചെറുകുന്ന്, കണ്ണപുരം, പാപ്പിനിശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാരാണ് ഏറെ വലഞ്ഞത്. കുട്ടികൾക്കെല്ലാം എത്തിപ്പെടാം. പക്ഷേ ഇപ്പം കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞു രാവിലെ പരീക്ഷ കഴിഞ്ഞു, അതൊരു സമാധാനമാണ്. ഉച്ചത്തിലെ പരീക്ഷയ്ക്ക് ആണ്. പക്ഷേ ഗതാഗതക്കുരുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് വാഹനം കൂടുതൽ. ഇപ്പോൾ ഓണത്തിൻ്റെ സമയം അടുക്കുപോയിന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസം അത് വല്ലാതെ അസൗകര്യം ഉണ്ടാക്കും എല്ലാവർക്കും. ഒന്നാമത് രക്ഷിതാക്കൾ രാവിലെ പോകുന്നതായിരിക്കും പല ജോലിക്കും. അപ്പോൾ കുട്ടികൾ മാത്രമേ ഉണ്ടാവും. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പലരും ബസ് സർവീസ് നിർത്തിയ വിവരം അറിയുന്നത്. ബസ് സ്റ്റോപ്പിൽ കണ്ണൂരേക്ക് ബസ്സില്ല, സ്ട്രൈക്കാണ്. പയ്യന്നൂർ ബസ് മാത്രമേ. എക്സാം ആണോ? നമുക്ക് ഇന്ന് എക്സാം ആണ്. അറിയില്ല. പരീക്ഷക്കാലമായതിനാൽ വിദ്യാർത്ഥികളുടെ ദുരിതം ഇരട്ടിയായി. സ്കൂളിലേക്ക് പോകാനും സാധിക്കാതെ തിരിച്ചു പോകാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ബസ് ജീവനക്കാരുടെ ആവശ്യം ന്യായമാണെങ്കിലും യാത്രക്കാരെ അറിയിക്കാതെയുള്ള ഇത്തരം പെട്ടെന്നുള്ള സമരങ്ങൾ സാധാരണ ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. വളപട്ടണം പാപ്പിനിശ്ശേരി മേഖലയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനൊപ്പം യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ബീരിച്ചേരിയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ വീട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. അപകടത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ബീരിച്ചേരിയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ വീട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. അപകടത്തിന് ഉത്തരവാദിയായ ഭാരത് പെട്രോളിയം ഗ്യാസ് കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്ന് MP ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് മാത്രമല്ല, ഈ കുടുംബത്തിനും നാടിനും ഉണ്ടായ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികളായ പേരിൽ കർശനമായ നടപടി കൂടി സ്വീകരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. 11-ാം തീയതിയാണ് ഈ സ്ഫോടനം നടന്നത്. 13 വരെ പാർലമെന്റ് സമ്മേളനമാണ്. പാർലമെന്റ് സമ്മേളനത്തിലെ എല്ലാ MPമാർക്കും 3 ലൈൻ വിപ്പ് കൊടുത്തുകൊണ്ട് ആർക്കും ഡൽഹി വിട്ടു പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്കിവിടെ വരാൻ കഴിഞ്ഞത്. നിരന്തരമായി ഈ വീട്ടിലെയും നാട്ടിലെയും ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഭയാനകമായ കാഴ്ചകളാണ് ഈ മുറിക്കകത്ത് നിന്ന് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. വേദനാജനകമായ
കാഴ്ചകളാണ്. അതുകൊണ്ട് വീടിനും അതുപോലെ ഈ കുടുംബത്തിനും ഉണ്ടായിരിക്കുന്ന നഷ്ടത്തിന് പരിഹാരം കാണുക എന്നുള്ളത് മാത്രമല്ല, ഇത്തരം ഗ്യാസ് ഏജൻസികളെ കരിമ്പട്ടികയിൽപ്പെടുത്തി അവരെ ഒരു കാരണവശാലും ഈ വീടുകളിൽ ഇത്തരം ഗ്യാസ് കുറ്റികൾ കൊടുക്കാതിരിക്കാനുള്ള ഭാവി സംവിധാനം കൂടി അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, വൈസ് പ്രസിഡന്റ് രജീഷ് ബാബു, ഷുഹൈബ് VPP തുടങ്ങിയവരും രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കൊപ്പം ഉണ്ടായിരുന്നു. നാടിനെ പ്ലാസ്റ്റിക് മുക്തമാക്കാനായി പണം ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതികൾ അധികാരികളുടെ അലംഭാവം കാരണം കാട് കയറുന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിലാത്തറ മാതമംഗലം റോഡിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്ത് ഇന്ന് പൂർണ്ണമായും കാടുമൂടി ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. നാടിനെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ നിരവധി പൈസ പൊടിപൊടിച്ച് പദ്ധതി കൊണ്ടുവന്നു. പക്ഷേ ഒടുവിൽ പദ്ധതി തന്നെ കാടുകയറിയ അവസ്ഥയിൽ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിലാത്തറ മാതമംഗലം റോഡിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്താണ് ഇന്ന് കാടുമൂടി ഉപയോഗശൂന്യമായി കിടക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാതെ കൃത്യമായി ശേഖരിക്കാൻ വെച്ച ബൂത്ത് ഇന്ന് കാടും പടർപ്പും കയറി മൂടിയ നിലയിലാണ്. ബൂത്ത് എവിടെയാണെന്ന് തിരഞ്ഞുപിടിക്കണമെങ്കിൽ ഇനി കാട് വെട്ടിത്തെളിക്കണമെന്ന മട്ടിലാണ് കാര്യങ്ങൾ. ഏറ്റവും രസകരവും എന്നാൽ പരിതാപകരവുമായ കാഴ്ച മറ്റൊന്നാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കാൻ പ്രത്യേക ബൂത്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും കുപ്പികളെല്ലാം ബൂത്തിന് പുറത്ത് റോഡരികിൽ വലിച്ചെറിഞ്ഞ നിലയിലാണ്. ബൂത്ത് കാടുമൂടി കിടക്കുന്നതിനാൽ ആളുകൾക്ക് ഉള്ളിലേക്ക് കുപ്പികൾ ഇടാൻ കഴിയാത്തതാണോ അതോ കൃത്യമായ ശേഖരണം നടത്താത്തതാണോ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഗുണ്ടൽപേട്ടിന്റെ മനോഹാരിതയിൽ പൂപ്പാടമൊരുക്കി KCCPL. ഒരു കാലത്ത് ഖനന പ്രവർത്തനങ്ങളിലൂടെ പരിസ്ഥിതിയുടെ താളം തെറ്റിക്കുന്ന മണ്ണ് ഇന്ന് പൂവസന്തമൊരുക്കി ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുകയാണ്. മാടായി ചൈനാക്ലേ കമ്പനിയിലാണ് പൂപ്പാടമൊരുങ്ങിയത്. മാടായിയിലെ ഖനനം നടത്തിയ പ്രദേശത്ത് ഒരേക്കറിലധികം സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയിരിക്കുന്നത്. ചുവപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ഒരുക്കിയത്. ഖനനം മൂലം നശിച്ചുപോയ മണ്ണിനെ വീണ്ടെടുത്ത് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയ ശേഷമാണ് ഇവിടെ പൂക്കൃഷി ആരംഭിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യത്തിനും പ്രാധാന്യം നൽകി ഖനനം നടത്തിയ പ്രദേശത്തെ പൂർണ്ണമായും ബയോഡൈവേഴ്സിറ്റി കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾ നടന്നുവരികയാണെന്ന് KCCPL മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ നമ്മളൊരു ബയോഡൈവേഴ്സിറ്റി ഏരിയ ആയിട്ട്, കാരണം ഇവിടെ ജനങ്ങൾ ഒരുപാട് കാലം ഈ കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. പ്രകൃതിക്ക് വലിയ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഭരണസമിതിയും അതോടൊപ്പം തന്നെ സർക്കാരും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 13.2 കോടി രൂപയുടെ ബയോഡൈവേഴ്സിറ്റി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകി. അതിൽ 3 കോടി രൂപ ആദ്യഘട്ടം എന്നാൽ ഈ മാർച്ച് 30 മുമ്പായിട്ട് പൂർണ്ണമായിട്ടും ചെലവഴിച്ച് ഇവിടെ ആദ്യഘട്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ ബഡ്ജറ്റിൽ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ DPR തയ്യാറായി. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ സർക്കാർ തന്നു, ടെക്നിക്കൽ സാങ്ഷൻ സർക്കാർ തന്നു. അത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുമായി ഡിസ്കസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഏരിയയിൽ പ്രവർത്തിക്കുന്ന ബയോഡൈവേഴ്സിറ്റി ബോർഡ് അംഗങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ എല്ലാം ഡിസ്കസ് ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എടുത്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് രൂപം നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വർണ്ണപ്പൂക്കളുടെ ഈ മനോഹര കാഴ്ചക്കിടയിൽ പൂക്കൃഷിയുടെ വിളവെടുപ്പിനും തുടക്കമായി. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. സത്യഭാമ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും KCCPL ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ഖനനം നടന്ന മണ്ണിൽ നിന്ന് പൂക്കളുടെ വർണ്ണവസന്തത്തിലേക്ക് പരിസ്ഥിതി പുനരുജ്ജീവനത്തിന്റെ മനോഹരമായ മാതൃകയാവുകയാണ് മാടായിയിലെ ഈ പൂപ്പാടം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ ഓണക്കിറ്റും ഉൽപാദക ബോണസും വിതരണം ചെയ്തു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ പിലാത്തറ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ബബിതകുമാരി ഉദ്ഘാടനം ചെയ്തു. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന തിരുവോണത്തെ വരവേൽക്കാൻ ചെറുതാഴം ക്ഷീരവ്യവസായ സഹകരണ സംഘം ഒരുങ്ങി. സംഘത്തിലെ ക്ഷീര കർഷകർക്കും മിൽക്ക് ഏജൻസികൾക്കുമുള്ള ഓണക്കിറ്റിന്റെയും കർഷകർക്കുള്ള ഉൽപാദക ബോണസിന്റെയും വിതരണോദ്ഘാടനം ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ പിലാത്തറ മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ബബിതകുമാരി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ രശ്മി R. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംഘം പ്രസിഡന്റ് A. V. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി KM
എം രാധിക, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയശ്രീ ടീച്ചർ, കല്യാശ്ശേരി ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വതി KT എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഒരു കാലത്ത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലെ വീട്ടുപറമ്പിലും തണലുള്ള അതിരുകളിലും സമൃദ്ധമായി പൂത്തുനിന്നിരുന്ന അപൂർവ സസ്യമായ സൺസൈഡ് ബെൽസ് ഇന്ന് ഗ്രാമീണ കാഴ്ചകളിൽ നിന്ന് മറഞ്ഞുപോകുന്നു. പണ്ടുകാലത്ത് ഓണക്കാലമായാൽ ഗ്രാമീണ പൂക്കളങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു ഈ പൂക്കൾ. ഒരു കാലത്ത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലെ വീട്ടുപറമ്പുകളിലും തണലുള്ള അതിരുകളിലും സമൃദ്ധമായി പൂത്തുനിന്നിരുന്ന അപൂർവ സസ്യമായ സൺസെറ്റ് ബെൽസ് ഇന്ന് ഗ്രാമീണ കാഴ്ചകളിൽ നിന്ന് മറഞ്ഞുപോകുന്നു. തവിട്ടു കലർന്ന ഇരുണ്ട പച്ച ഇലകൾക്കിടയിൽ മഞ്ഞയും ഓറഞ്ചും കലർന്ന മണിപ്പൂക്കളുമായി ശോഭിക്കുന്ന ഈ ചെടി ചിലയിടങ്ങളിൽ ബ്ലാക്ക് ഫ്ലെമിംഗോ എന്നും അറിയപ്പെടുന്നുണ്ട്. പണ്ടുകാലത്ത് ഓണക്കാലമായാൽ ഗ്രാമീണ പൂക്കളങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു ഈ പൂക്കൾ. തുമ്പയും തെച്ചിയും മുക്കുറ്റിയും പറിക്കാൻ നടക്കുന്ന കുട്ടികൾക്ക് വലിയ അധ്വാനമില്ലാതെ വേലിപ്പടർപ്പുകളിൽ നിന്നും തണൽ മൂലകളിൽ നിന്നും ശേഖരിക്കാൻ കഴിഞ്ഞിരുന്ന ഒന്നായിരുന്നു ഈ ചെടി. എന്നാൽ കാലക്രമത്തിൽ വിപണിയിലെത്തുന്ന വിദേശ ഹൈബ്രിഡ് ചെടികളുടെ കടന്നുവരവോടെ ഈ നാടൻ ഭംഗിയുള്ള പൂച്ചെടിയെ വീട്ടുമുറ്റങ്ങളിൽ നിന്ന് ആളുകൾ മറന്നു തുടങ്ങി. കേവലം ഒരു അലങ്കാര ചെടി എന്നതിലുപരി നിരവധി ഔഷധ ഗുണങ്ങളും ഇതിനുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി പയ്യന്നൂരിൽ ഓണം ഫെസ്റ്റ് മേളയ്ക്ക് തുടക്കമായി. പയ്യന്നൂർ കേളോത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ബദർ ജുമാ മസ്ജിദിന് സമീപമാണ് മേള നടക്കുന്നത്. ഇവിടെ നിന്നും 199 രൂപയ്ക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. ഓണാഘോഷങ്ങളുടെ ഭാഗമായി പയ്യന്നൂരിൽ ഓണം ഫെസ്റ്റ് മേളയ്ക്ക് തുടക്കമായി. പയ്യന്നൂർ കേളോത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ബദർ ജുമാ മസ്ജിദിന് സമീപമാണ് മേള നടക്കുന്നത്. ഇവിടെ നിന്നും 199 രൂപയ്ക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി മേള ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ നിഖിൽ, മാനേജിംഗ് ഡയറക്ടർ അക്ബർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂരിൽ പുതുതായി ആരംഭിച്ചിട്ടുള്ള 199 രൂപക്ക് ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാ കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുണ്ട്, തുണി ഉൽപ്പന്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഗ്രോസറി ഐറ്റംസ് ഉണ്ട്. ഒരു പുതിയ ഷോറൂം ഇന്ന് ഇവിടെ പയ്യന്നൂർ കേളോത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പയ്യന്നൂരിൻ്റെ ഷോപ്പിംഗ് ആവശ്യങ്ങളിലേക്ക് പുതിയൊരു സ്ഥാപനം കൂടി കടന്നു വരികയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ആളുകൾക്ക് വരാനും ഷോപ്പിംഗ് നടത്താനും സാധിക്കുന്നതിലേക്കുള്ളൊരു വലിയ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മാനേജ്മെൻറ്റിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നന്നായിട്ട് കച്ചവടം നടക്കട്ടെ, ഓണം ഉഷാറാവട്ടെ. 199 രൂപയ്ക്ക് വിവിധങ്ങളായ ഗൃഹോപകരണങ്ങളും വീട്ടുപകരണങ്ങളും മേളയിൽ നിന്നും സ്വന്തമാക്കാം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യമെത്തിയ 100 കസ്റ്റമേഴ്സിന് വെറും 1 രൂപയ്ക്ക് ഗൃഹോപകരണങ്ങൾ ലഭിക്കുന്ന പ്രത്യേക ഓഫറും ഒരുക്കിയിരുന്നു. 50 ലിറ്റർ ഡ്രം, ലോണ്ടറി ബാസ്ക്കറ്റ്, 50 ലിറ്റർ വലിയ ടബ്, 18 ലിറ്റർ ബക്കറ്റ്, മഗ്ഗുകൾ, ബേസിൻ, ഫാൻസി ബൗൾ, ടീ ഗ്ലാസ് തുടങ്ങിയവയും, ചെയർ, സ്റ്റൂൾ, 45 ലിറ്റർ 2 വലിയ ഡ്രം, 18 ലിറ്റർ 3 ബക്കറ്റുകൾ, 20 ചെടിച്ചട്ടികൾ, 14 മാറ്റുകൾ, 3 തലയിണകൾ, ബേബി ബെഡുകൾ, 2 ബെഡ്ഷീറ്റുകൾ, 2 പുതപ്പുകൾ, 2 ബ്ലാങ്കറ്റുകൾ, 10 പില്ലോ കവറുകൾ, 2 വീതം കുഷ്യനുകൾ തുടങ്ങിയ സാധനങ്ങളും 199 രൂപ നിരക്കിൽ ഇവിടെ നിന്നും ലഭ്യമാകും. ഇമ്പോർട്ടഡ് ടർക്കികൾ വെറും 20 രൂപ മുതലുണ്ട്. 5 രൂപ മുതൽ മഗ്, 10 രൂപ മുതൽ സ്റ്റീൽ ഐറ്റംസ്, 6 ഹാങ്ങറുകൾ 59 രൂപ മുതൽ, വേസ്റ്റ് ബക്കറ്റ് 49 രൂപ മുതൽ, ലോണ്ടറി ബാസ്ക്കറ്റുകൾ 79 രൂപ മുതൽ, ഫുഡ് ബൗൾ 99 രൂപ മുതൽ, ക്ലീനിംഗ് ബ്രഷുകൾ 20 രൂപ മുതൽ, കളിപ്പാട്ടങ്ങൾ 35 രൂപ മുതൽ തുടങ്ങിയ സാധനങ്ങളും ഓണമേളയിൽ നിന്നും സ്വന്തമാക്കാം. ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മേള മികച്ച ഒരു അവസരമായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സഹകരണ ആശുപത്രി നേത്രവിഭാഗം കൂടുതൽ സൗകര്യങ്ങളോടെ ഒരുങ്ങുന്നു. സഹകരണ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ആഗസ്റ്റ് 21 മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ നിർവഹിക്കും.
പയ്യന്നൂർ സഹകരണ ആശുപത്രി സൊസൈറ്റി നേത്രവിഭാഗം കൂടുതൽ സൗകര്യങ്ങളോടെ ഒരുങ്ങുന്നു. സഹകരണ നേത്രാലയം സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ ഉദ്ഘാടനവും ICU ആംബുലൻസ് ഏറ്റുവാങ്ങലും ആഗസ്റ്റ് 21 വെള്ളിയാഴ്ച നടക്കും. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ആശുപത്രി പ്രസിഡന്റ് V നാരായണൻ അധ്യക്ഷത വഹിക്കും. ഓപ്പറേഷൻ തിയേറ്റർ ഉദ്ഘാടനം മുൻ MLA TI മധുസൂദനൻ നിർവഹിക്കും. ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം മുൻ MLA C കൃഷ്ണൻ നിർവഹിക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി നീതി ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഷെയർ സമാഹരണം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ നിർവഹിക്കും. ലേസർ റൂം ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് നിർവഹിക്കും. ഐ ഹോസ്പിറ്റലിൽ പുതുതായി ഏർപ്പെടുത്തുന്ന ഓൺലൈൻ ടോക്കൺ ബുക്കിംഗ് സംവിധാനം അസിസ്റ്റന്റ് രജിസ്ട്രാർ C അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ആശുപത്രി പ്രസിഡന്റ് V നാരായണൻ, വൈസ് പ്രസിഡന്റ് M ആനന്ദൻ, സെക്രട്ടറി KV സന്തോഷ്, ഡോക്ടർ P പുഷ്പാങ്കദൻ, C ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ നടന്ന ഓണാഘോഷം ഓണക്കളികളും ഓണസദ്യയും തിരുവാതിരയൊക്കെയുമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ കളറാക്കി. 2017 രൂപീകൃതമായ ഹരിതകർമ്മ സേനയിൽ ഇപ്പോൾ 42 അംഗങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി MCFൽ ഓണാഘോഷം നടത്തിവരുന്നുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ MK പ്രസന്ന, അഷ്റീഫ ജാബിർ, ടൗൺ വാർഡ് അംഗം ഫായിസ് ബീരിച്ചേരി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VK ബാവ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി I ബിനു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ P റാഷിദ്, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് VV രാജശ്രീ, സെക്രട്ടറി K ഷീന എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പൊതുപ്രവർത്തകർ, വ്യാപാരികൾ, കുടുംബശ്രീ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് ജഡ്ജി A അൽഷാരി ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബാർ അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങ് പയ്യന്നൂർ സബ് ജഡ്ജി A അൽഷാരി ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ലക്ഷ്മിപ്രിയ, മുൻസിഫ് അമിത സുരേഷ്, ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് VV മധുസൂദനൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അനുബന്ധമായി ഓണം ഘോഷയാത്രയും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തിരുവോണത്തെ വരവേൽക്കുന്നതിന് മുന്നോടിയായി പയ്യന്നൂർ LIC ഓഫീസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബ്രാഞ്ചിലെത്തിയ പോളിസി ഉടമകളെ മാവേലി സ്വീകരിച്ചു. പരിപാടിയുടെ ഭാഗമായുള്ള ഓണപ്പൂക്കളം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ സീനിയർ ബ്രാഞ്ച് മാനേജർമാരായ ശ്രീ AV വേണുഗോപാൽ സാറും ശ്രീ P ശശികുമാർ സാറും. തിരുവോണത്തെ വരവേൽക്കാൻ പയ്യന്നൂർ LIC ഓഫീസിൽ പൂക്കളം ഒരുക്കി. ഏജന്റുമാരും ജീവനക്കാരും ഓഫീസർമാരും ചേർന്നുള്ള കൈകോർത്തോണം പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയ ഓണപ്പൂക്കളത്തിന്റെ ഉദ്ഘാടനം സീനിയർ ബ്രാഞ്ച് മാനേജർമാരായ AV വേണുഗോപാലൻ, P ശശികുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. M ചന്ദ്രൻ, TV ഗണേശൻ, ബാബു കാമ്പ്രത്ത്, K സുമേഷ്, VP അജയ്, CK സജീവൻ, T സായൂജ്, കമലാക്ഷൻ അടിയോടി, TA രാജീവൻ, രമേഷ് പുതിയറക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ ഇന്നത്തെ ഈ പൂക്കളത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സെപ്റ്റംബർ 4 വിപുലമായ പരിപാടികൾ നടത്താൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, അതുപോലെ ഈ പൂക്കളം ഒരുക്കിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ രണ്ടാമത്തെ നമ്മുടെ ഓണാഘോഷത്തിന്റെ ഈ വേളയിൽ ബ്രാഞ്ചിൽ എത്തിയ പോളിസി ഉടമകളെ മാവേലി സ്വീകരിച്ച് പായസ വിതരണം നടത്തി. കൈകോർത്തോണം കലാകായിക പരിപാടികൾ സെപ്റ്റംബർ 4 ബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടത്തും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.